ഗൈസ്, വാലന്റൈൻസ് ഡേ ആയിട്ട് ജച്ചാക്കൊരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. ജച്ചാക്ക് അറിയത്തില്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്ന കാര്യം. ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി വന്നപ്പോൾ അവർ കോഫിയൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട്. ഗോൾഡിൻ്റെ സ്വർണ്ണമിട്ട കോഫി, സ്വർണ്ണത്തരികൾ കിടക്കുന്നില്ല. ഈ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവൾ നെട്ടും, അതാണ് എനിക്ക് കാണേണ്ടത്. അത് ഞാൻ നിങ്ങളെയും കാണിച്ചു തരും. ഞാൻ കോഫി കുടിക്കട്ടെ. നമ്മൾ വാലന്റൈൻസ് ഡേക്ക് എന്തുവാണ് ഗിഫ്റ്റ് എന്ന് എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനോർത്ത് ഒട്ടും കുറയ്ക്കണ്ട, മലബാർ ഗോൾഡിൽ നിന്ന് തന്നെ ആക്കാമെന്ന് ഓർത്തു. ഹേയ് ബഡി, ഒന്ന് കാണിച്ചു കൊടുത്തേ മലബാർ ഗോൾഡ്. വാലന്റൈൻസ് ഡേ ആയിട്ട് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി നാളെ അത് കൊടുക്കുന്നത് കാണിച്ചു തരാം, എന്തുവാണെന്ന് നാളെ കാണിച്ചു. അപ്പോൾ രാത്രി 12 മണിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കറക്കി നടത്തിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേണം 12 മണിയാകുമ്പോൾ സർപ്രൈസായിട്ട് ആ ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുക്കാൻ. വാലന്റൈൻസ് ഡേ മന്തി മേടിക്കുന്നൊരു വ്ളോഗ് എടുക്കുവരും. പോ, ചുമ്മാ ജസ്റ്റ് റൗണ്ടൊക്കെ അടിച്ചിട്ടോ. ഓക്കെ എടി, 12 മണി ഇന്നൊരു പ്രത്യേകത ഉണ്ട്. എന്തുവാണെന്നറിയാമോ? ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. വാലന്റൈൻസ് ഡേ ആണ്. എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടോ? എന്റെ ഗിഫ്റ്റാ ഒന്നും വാങ്ങിച്ചില്ലേ? എന്റെ ഗിഫ്റ്റ്, എന്റെ വക ഗിഫ്റ്റ് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് അവള്. ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് കാണിച്ചിട്ടുണ്ട്, അത് എടുക്കുന്നവർ അവിടെ ഇരുന്നു. വാലന്റൈൻസ് ഡേയുടെ ചെറിയൊരു ഗിഫ്റ്റാണ് എൻ്റെ വക. നോക്ക് എന്താണെന്ന് നോക്ക്, തുറന്ന്. പഴംപൊരി നോക്ക്, തുറന്ന് നോക്ക് എന്താന്ന്. തുറന്നു നോക്ക്. എന്തുവാ? ഒരു മോതിരം അങ്ങോട്ട്, ഒരു മോതിരം അങ്ങ് മേടിച്ചു. റോസ് ഗോൾഡിന്റെ ഒരു ചെറിയൊരു മോതിരം എൻ്റെ വകയായിട്ട്. നമ്മൾ വാലന്റൈൻസ് ഡേ ആയിട്ട് ഒട്ടും കുറച്ചില്ല. ഒരു നല്ല അടിപൊളി മോതിരം. കൈ കാണിക്കൂ. വാലന്റൈൻസ് ഡേ ആയിട്ട് കയ്യിൽ അടിപൊളി ഒരു റോസ് ഗോൾഡിന്റെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ഈ വീഡിയോ അവിടെ അവസാനിപ്പിച്ചേക്കാം. അപ്പം ഹാപ്പി വാലന്റൈൻസ് ഡേ. വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പം ബൈ.